ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ തക്കണം ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദേവദാസൻ മുമ്പ് പറഞ്ഞു, ദൈവം നമ്മളെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വരുന്ന അന്നു മുതൽ ഓരോരുത്തർക്കും ഓരോ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നാം വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണെന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ദൗത്യം. അത് കഴിഞ്ഞ് അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് നാം പരിശോധിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ. ശൗൽ തൻ്റെ കർത്തവ്യം, തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം അവൻ ശരിയാംവണ്ണം ചെയ്യാഞ്ഞതുകൊണ്ട് ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. അഭിഷേകം ആദ്യം വീണത് ശൗലിനാണ്. എന്നാൽ ആ ദൗത്യത്തിൽ വിജയിച്ചത്, അല്ലെങ്കിൽ ആ അഭിഷേകത്തിൽ വിജയം കൊണ്ടത് ദാവീദാണ്. വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 35-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 35-ാം വാക്യം. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിൽ രാജാവാക്കിയതുകൊണ്ട് അനുഭവിച്ചു. ശൗൽ പിന്നെ ജീവപര്യന്തം ശമൂവേലിനെ കണ്ടില്ല. യഹോവ ശൗലിനെ ഇസ്രായേലിലെ രാജാവാക്കിയതുകൊണ്ട് അനുദപിച്ചു. ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചത്. ഇസ്രായേലിലെ രാജാവായി ഭരിച്ച് ഇസ്രായേലിനെ ആത്മീയ ഭൗതിക നന്മകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം ശൗൽ പരാജയപ്പെട്ടു. നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയത നഷ്ടമായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് അവർ മടങ്ങി വരും. എന്നാൽ ചിലർ ഈ നഷ്ടപ്പെട്ടു പോയ ആത്മീയതയും കൊണ്ട് അങ്ങനെ അവരുടെ ജീവിത അവസാനം വരെ അങ്ങനെ പോകും. ആത്മീയമായ ഒരു മുഖം അവർക്കുണ്ട്, അപ്പോൾ തന്നെ അനാത്മീകമായ ഒരു മുഖമുണ്ട്. അങ്ങനെ ഇരട്ട മുഖങ്ങളുമായാണ് പല ദൈവമക്കളും ദൈവസന്നിധിയിലായിരിക്കും. പ്രത്യക്ഷത്തിൽ കാണുന്നത് ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെയാണ്, പക്ഷേ അവൻ്റെ അകത്ത് ദുരാത്മാവ് വസിക്കുന്നു. അങ്ങനെ ഇരുമുഖവുമായാണ് പല ക്രിസ്തീയ വിശ്വാസികളും ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ജീവിച്ച് മരിച്ച ഒരാളാണ് നമ്മൾ ഈ പറയുന്ന ശൗൽ. ഫെലിസ്ത്യരും ഇസ്രായേലരും തമ്മിൽ ആജീവനാന്ത വൈരികളായിരുന്നത് കൊണ്ട് ശമൂവേൽ ശൗലിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഫെലിസ്ത്യർ വളരെയധികം ശക്തി പ്രാപിച്ചു. അന്ന് ഇസ്രായേലിന് അതുവരെ രാജാവുണ്ടായിരുന്നില്ല. ഓരോ രാജ്യങ്ങൾക്കും രാജാവുണ്ടായിരുന്നു. ശമൂവേലിന്റെ കാലഘട്ടം വന്നപ്പോൾ ശമൂവേൽ ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമായിരുന്നു. പ്രവാചകനായിരിക്കൽ തന്നെ അവൻ ന്യായാധിപനുമായിരുന്നു. ഈ ശമൂവേലിനെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. ഒരു രാജ്യം വെട്ടിപ്പിടിക്കുവാൻ തക്കോണം കഴിയുകയില്ല. മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുവാൻ കടന്നു വന്നാൽ അതിൽ നിന്ന് രക്ഷ നേടുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ള ഒരു ചിന്ത ഇസ്രായേൽ മക്കൾക്ക് വരികയും അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. എല്ലാ രാജ്യങ്ങൾക്കും രാജാവുണ്ടല്ലോ. അവർ വലിയ യുദ്ധവിജയം നേടുന്നു. അവർ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നു. തങ്ങളെ ആക്രമിക്കുവാൻ കടന്നു വരുന്നവരെ നിഷ്കരുണം പാഞ്ഞ് ഓടിച്ച് അവരെ വിടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ഇന്നും ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിലെ ആളുകൾക്ക് ലഭ്യമാകുന്ന ചില കാര്യങ്ങൾ നമുക്കും വേണം എന്നുള്ള ഒരു ചിന്ത. അവിടെയാണ് നമ്മുടെ ആത്മീയതയുടെ നഷ്ടമുണ്ടാകുന്നത്. ഈ ആത്മീയ ലോകത്തെ പല ആൾക്കാരും ഇന്ന് നോക്കുമ്പോൾ ഭൗതികമായി ജീവിക്കുന്ന പല ആളുകൾക്കും ഒന്നിനും കുറവില്ല. അവർ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും അതും വേണം എന്ന ഒരു ചിന്ത. ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം അതല്ല നമ്മളെക്കുറിച്ച്. എന്നാൽ മനുഷ്യൻ ചിന്തിക്കുന്നു ഞങ്ങൾക്കും അത് വേണം. അങ്ങനെ ആത്മീയത നഷ്ടമായി പോകുവാനുള്ള ഘട്ടം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ആത്മീയ ശോഷണത്തിന് ഒരു പ്രാരംഭഘട്ടം കൂടിയായിരുന്നു ഈ ശമൂവേൽ. ദൈവം ശമൂവേലിൽ കൂടെ
ശൗലിനെ തെരഞ്ഞെടുക്കുകയാണ്. രാജവാഴ്ച സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ആളാണ് ശൗൽ. ശൗലിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. കീശ് എന്ന ധനാഢ്യന്റെ മകനാണ്. പക്ഷേ അവൻ എളിമ സ്വഭാവമുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ശമൂവേൽ 9 അധ്യായം മുതൽ വായിക്കുമ്പോഴാണ് 31 അധ്യായം വരെയാണ് നമുക്കതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചില വാക്യങ്ങളൊക്കെ ചിന്തിച്ചങ്ങനെ പോകാം. അപ്പോൾ ബെന്യാമിൻ ഗോത്രത്തിലെ കീശ് എന്ന ധനികന്റെ സമ്പന്നനായ മകനാണ് അവൻ. വളരെ സുന്ദരനാണ്, കോമള രൂപിയാണ്, മാത്രമല്ല ഭയങ്കര തലയെടുപ്പുള്ള ആളാണ്. ഉയരം കൂടിയ ആളായതുകൊണ്ട് ശമൂവേൽ മിസ്പയിൽ ആളുകളെ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ച് പൊതുജനത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കണമല്ലോ എന്ന് തീരുമാനിച്ച് ചീട്ടിട്ട്, ഗോത്രങ്ങൾക്ക് ചീട്ടിട്ടു. അങ്ങനെ അതിൽ നിന്ന് ചീട്ടിട്ട് വ്യക്തികൾക്ക് ചീട്ടിട്ടപ്പോൾ ശൗലിന് ചീട്ട് വീണു. ശൗലിന് ചീട്ട് വീണപ്പോഴാണ് ആളെ കാണാനില്ല. ആൾക്കൂട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? തലയെടുപ്പ് കൊണ്ട് പെട്ടെന്ന് പിടിക്കാം. പക്ഷേ പുള്ളി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്ത് ഒളിച്ചു പാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ശമൂവേൽ ശൗലിനെ കൊണ്ടുവന്നിട്ട് അവന്റെ മേൽ അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ പുസ്തകം 9 അധ്യായം 16 വാക്യത്തിൽ കാണുന്നു, നാളെ ഏകദേശം ഈ നേരത്ത് ബെന്യാമിൻ ദേശത്ത് നിന്നും ഒരു പുരുഷനെ ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നായകനായി അവനെ അഭിഷേകം കഴിക്കുക. ശൗൽ തൻ്റെ സമ്പന്നനായ പിതാവിൻ്റെ ചില കഴുതകളെ നഷ്ടപ്പെട്ടു. എത്രയാണെന്ന് നമുക്കറിയത്തില്ല. കഴുതകളെ എന്ന് കൊടുത്തിട്ടുള്ളപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. അങ്ങനെ ഇത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയും അപ്പോഴാണ് കൂട്ടത്തിൽ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇതുപോലൊരു പ്രവാചകൻ, ഒരു ദർശകൻ അവിടെ ഉണ്ട്, ആ ദർശകനോട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ശമൂവേലിന്റെ അടുക്കൽ ചെല്ലുകയും ശമൂവേലിനോട് ദൈവം മുൻപ് പറഞ്ഞത് പ്രകാരം ശൗൽ അവിടെ ചെല്ലുന്നു. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്യുക. ഇസ്രയേലിലെ ആദ്യത്തെ രാജാവാണ്. അപ്പോൾ ശമൂവേൽ പറയുന്നുണ്ട്, സർവേശ്വരൻ തൻ്റെ അവകാശമായ ജനത്തിന് നായകനായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശൗലിന് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയവനാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് അവൻ ആശ്ചര്യം പൂണ്ടു എന്നാണ് നമ്മൾക്ക് ശമൂവേൽ 9 അധ്യായത്തിലൊക്കെ നമ്മൾക്ക് കാണുന്നത്. അവനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. അതായത് രക്ഷിക്കപ്പെടുന്ന അവന്റെ മേലൊരു അഭിഷേകം, ദൈവം തെരഞ്ഞെടുത്ത ദൗത്യത്തിന്റെ അഭിഷേകം, നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന അഭിഷേകം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ അഭിഷേകമോ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ മേൽ വരികയും 10 അധ്യായം 6 വാക്യത്തിൽ ശൗൽ പ്രവാചകന്മാരുടെ ഗണത്തിൽ വന്നു എന്ന് 10 അധ്യായം 10 വാക്യത്തിലും നമ്മൾക്ക് കാണുന്നുണ്ട്. 10 അധ്യായം 10 വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ അവിടെ ഗിരിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചകണം ഇതാ അവനെതിരെ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അപ്പോൾ ശൗൽ അവരുടെ പ്രവാചകന്മാരുടെ ഇടയിൽ കൂടുകയും അവൻ പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ പ്രവചനം കിട്ടിയ ഒരാളാണ്. ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് വന്ന ശൗലിന് ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ അപ്പന്റെ കഴുതയെ അന്വേഷിച്ചു വന്നതിൽ നിന്ന് തന്നെ വലിയ ഒരു കൂട്ടം ബാല്യക്കാർ സ്വന്തം വീട്ടിലുണ്ടായിരുന്ന ആളാണ് ശൗൽ. എന്നാൽ 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കഴുതകളെ അന്വേഷിച്ച് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവന്റെ എളിമത്തവും അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തിലുള്ള ആ വിശ്വാസം കൊണ്ടാണ് പിതാവ് അവനോട് പറഞ്ഞത്, നീ പോയി അതിനെ അന്വേഷിക്കുക. അവൻ അങ്ങനെ വിശ്വസ്തനായിരുന്നു. ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും അവൻ വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. മാത്രമല്ല, അവനെ തെരഞ്ഞെടുത്തപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ രാജകീയ ഗോത്രമാണ് യഹൂദ. അതിൽ നിന്ന് മാത്രമല്ല, ഈ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ
ഞാൻ ഇതിനൊക്കെ അർഹനാണോ? അപ്പോൾ അത്രയും എളിമപ്പെട്ട ഒരാളാണ്. മാത്രമല്ല ശൗൽ ഒരു ധൈര്യശാലിയായിരുന്നു. ആൾപ്പൊക്കമുള്ളത് കൊണ്ട് ആരോഗ്യം കാണും, അങ്ങനെ ഒരു ധൈര്യശാലിയായിരുന്നു അവൻ. രാജാവായതിനു ശേഷം 3000-ഓളം ഭടന്മാരെ കൂട്ടുകയും ആ 2000-ഓളം ഭടന്മാരെ തൻ്റെ കൂടെ ചേർക്കുകയും തൻ്റെ മകനായ യോനാഥാന്റെ കൂട്ടത്തിൽ 1000-ഓളം ആളുകളെ വിടുകയും. അപ്പോൾ അവൻ്റെ ആ രാജ്യത്വമേറ്റ സമയത്ത് അനേകം രാജ്യങ്ങളെ, അമാലേക്യരെയും ഒക്കെ ഫിലിസ്തീനെയും ഒക്കെ കീഴടക്കിയതായിട്ട് നമ്മൾക്ക് ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. മാത്രമല്ല തനിക്കെതിരെ മുമ്പ് സംസാരിച്ചിരുന്ന, തനിക്കെതിരെ തന്നെ ഈ ശൗലിനെ എന്തിനു കൊള്ളാം, ശൗൽ പോരാ എന്ന് പറഞ്ഞ ആളുകളെ യുദ്ധവിജയത്തിന് ശേഷം അങ്ങനെയൊക്കെയുള്ള, നമുക്കറിയാം രാജാവിനെതിരെ ആരെന്ത് പറഞ്ഞാലും വധശിക്ഷയാണ്. ഈ ശൗലിനെതിരെ പറഞ്ഞിട്ടും അവൻ അതിനോട് പ്രതികരിക്കുകയോ അവരെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുകയൊക്കെയോ ചെയ്തു. അപ്പോൾ നോക്കുക, നല്ല ഒരു സ്വഭാവം ഉണ്ടായിരുന്നപ്പോഴാണ് ശൗലിനെ ദൈവം വിളിച്ചത്. അവന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ അവനിൽ ഉള്ളത് കൊണ്ട് ദൈവം അവനെ വിളിച്ചു. ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മുടെ യാതൊരു യോഗ്യതയും നോക്കിയല്ല, നമ്മുടെ യാതൊരു മഹിമയും നോക്കിയല്ല എന്നുള്ള കാര്യം കൂടെ നാം ഈ തരുണത്തിൽ ഓർക്കണം. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശൗലിനെ തിരഞ്ഞെടുത്തത് ഒരു ഗുണവും ഒന്നുമില്ലാതിരുന്നൊരു ഗോത്രത്തിൽ നിന്നാണ് ശൗലിനെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല ദൈവാത്മാവ് അവന്റെ മേൽ വന്നു. ദൈവാത്മാവ് വന്നവൻ പിശാചിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് പോയി. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, എന്നാൽ നമ്മുടെ ഇടയിൽ നിന്ന് ചിലരെ പിശാച് തെരഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവാത്മാവുള്ള ചിലരെ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ യഥാർത്ഥമായി കടന്നു വരുന്ന ചിലരെ പിശാച് ചൂണ്ടയിട്ട് പിടിക്കുന്നു, ചിലരെ അവൻ തെരഞ്ഞെടുക്കുന്നു. പിശാചിന്റെ തിരഞ്ഞെടുപ്പിൽ നാം വീണു പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളിലേക്ക് നാം എന്ത് ചെയ്യാൻ പാടില്ല, വീണു പോകരുത്. എന്നാൽ ശൗൽ വീണുപോയി എന്നുള്ളതാണ് ഒന്നാമത്തെ ഇസ്രയേലിന്റെ രാജാവിന്റെ പരാജയം. ശമൂവേൽ വരുവാൻ, അതിന്റെ 10-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. നോക്കുക, ഫെലിസ്ത്യർ ഒരു വലിയ സൈന്യമായി ഇസ്രയേലിന്റെ നേരെ വരികയാണ്. അപ്പോൾ ശമൂവേൽ പറയാണ്, നീ ഗിൽഗാലിൽ പോയി അവിടെ 7 ദിവസം നീ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഹനനയാഗത്തിനും ഹോമയാഗത്തിനുമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നീ എന്ത് ചെയ്യണം, സമാധാനയാഗങ്ങളൊക്കെ കഴിപ്പാനായിട്ട് നീ അവിടെ പോയിക്കൂ, ഞാനൊരു 7 ദിവസം കഴിഞ്ഞ് വരാം. എന്നാൽ ഈ ശമൂവേൽ വരാൻ 7 ദിവസമായി. എന്നാൽ ശൗലിനെയും കാത്ത് ശൗലും ജനവും ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, വരാൻ താമസിക്കുന്നത് കൊണ്ട് ശൗൽ എന്ത് ചെയ്തു, യാഗം അർപ്പിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് നഷ്ടമാകുന്നതിൻ്റെ പ്രാരംഭ, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ അവൻ ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, അത് നാം ചെയ്യണം. നമ്മൾക്കല്ലാത്തതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നാം ചെയ്യാൻ പാടില്ല. താനൊരു പുരോഹിതനല്ല, ലേവ്യ ഗോത്രക്കാരനല്ല എന്നവനറിയാം. ലേവ്യ ഗോത്രത്തിനാണ് പൗരോഹിത്യ ശുശ്രൂഷ. എന്നാൽ എന്ത് ചെയ്തു, ഈ ശൗൽ ആ യാഗം അർപ്പിക്കുക വഴി ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്നും അവനെ മാറ്റുവാൻ തക്കണമിടെ അതിൻ്റെ പ്രാരംഭഘട്ടമാണ്. നമുക്കും അങ്ങനെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് കടന്നു പോകരുത്. വളർച്ചാഘട്ടങ്ങൾ പ്രാപിച്ചു വരുന്ന സമയത്തു മാത്രമേ അത് ചെയ്യുവാൻ തക്കവണ്ണം പാടും. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ജോലി ചെയ്യരുത്. ഭവനത്തിൽ നമ്മൾ ഭർത്താവാകരുത്, കീഴ്പ്പെട്ടിരിക്കുക. ഭർത്താവ് ക്രിസ്തു എന്ന തലയുടെ കീഴെയാണ് ഭർത്താവ്. ദേവദാസൻ കഴിഞ്ഞ ചോദിപ്പ്, ഭർത്താവ് എന്ന തല, ആ ഭർത്താവിൻ്റെ കീഴെയാണ് ഭാര്യ. പരസ്പരം കീഴെയാണെന്നുള്ളത് ദൈവിക ഇതാണ്. പക്ഷേ സ്നേഹത്തിലാണ് എല്ലാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിലാണ്. നമുക്ക് വരാം. അപ്പോൾ യാഗം അർപ്പിച്ചത് വഴി എന്ത് ചെയ്തു, ദുരാത്മാവ്
കടന്നു വന്നു. മാത്രമല്ല അവനെ ദൈവം തള്ളിക്കളഞ്ഞു. അവനെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ അമാലേക്യരെ തോൽപ്പിച്ചു. ശൗൽ അമാലേക്യരെ തോൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, നീ സർവ്വ എണ്ണത്തെയും അവിടെ ഒന്നും ശേഷിപ്പിക്കരുത്. പക്ഷേ ശൗൽ അവിടുത്തെ രാജാവിനെയും കൊണ്ട് അവിടുത്തെ അമാലേക്യ രാജാവിനെ അവൻ കൂട്ടിക്കൊണ്ടു പോന്നു. അവനെ തടവുള്ളിയായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടുന്ന് കിട്ടാവുന്ന നല്ല മൃഗങ്ങളെയും സാധനങ്ങളും എല്ലാം ഈ ശൗൽ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. എല്ലാം അവിടെ നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞെടുത്ത് അവൻ ചില കാര്യങ്ങളെ കൊണ്ടുവന്നു. ദൈവം അവനോട് ചോദിച്ചു, നീ എന്താണ് ഇത് ചെയ്യുന്നത്? ശമൂവേലിൽ കൂടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ഞാനിതെല്ലാം, അല്ലെങ്കിൽ അവനത് ജനത്തിൻ്റെ മേലിലിട്ടു. ഈ ജനമാണിതെല്ലാം കൊണ്ടുവന്നത്, ഞാനല്ല. അവർ കൊണ്ടുവന്നതും ആലയത്തിൽ യാഗമർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നതാണ് എന്ന് അവൻ ന്യായമായ മറുപടി നൽകി. ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുക വഴി ദൈവത്തിൻ്റെ അപ്രീതിക്ക് അവൻ പാത്രമായി. അവനോട് രാജകീയ അനുസരിക്കാൻ ഒരു കാര്യം പറഞ്ഞാണ്. നീ അവനെ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവരെ നശിപ്പിച്ചു പോരാൻ പറഞ്ഞു. പക്ഷെ ഈ ശൗൽ ചെയ്തത് തോൽപ്പിക്കുക മാത്രമല്ല, അവിടുന്ന് കൊള്ളയുടെ ചെയ്തുകൊണ്ട് വന്നു. ദൈവഹിതമല്ലാത്ത, നമ്മൾ അർഹിക്കാത്ത ചില കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നാം ഒന്നും ചെയ്യരുതെന്ന് എന്നുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ശമൂവേൽ ശൗലിന്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ അഗ്രത്ത് കയറി പിടിച്ചു. വസ്ത്രം, ശമൂവേലിന്റെ മേലങ്കി കീറിപ്പോയി. ശമൂവേൽ അവനോട് പറഞ്ഞു, ഈ വസ്ത്രം കീറുന്നത് പോലെ നിന്റെ രാജ്യത്വം കീറിക്കളയും. പല ഘട്ടങ്ങളിലായി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവാത്മാവുള്ള ഒരാൾ, ദൈവം തെരഞ്ഞെടുത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ പിശാച് നോട്ടമിടുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും നാം ഒരു സാധ്യത പിശാചിന് ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ പിശാചിന് ശൗൽ ഒരുക്കി കൊടുക്കുക വഴി അവന്റെ മേൽ ദുരാത്മാവ് കടന്നു വന്നു. പ്രത്യക്ഷത്തിൽ അവൻ രാജാവാണ്, ആത്മീയനാണ്. പക്ഷേ അവന്റെ അന്തരംഗത്തിൽ ശമൂവേലിനറിയാം, ദൈവത്തിനറിയാം, അവന്റെ മേൽ ദുരാത്മാവ് വന്നു. നന്നായി തുടങ്ങിയ ഒരു മനുഷ്യന്റെ അധപ്പതനം അവിടെ ആരംഭിക്കുകയാണ്. അന്ന് അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിഷേകം തിരികെ ലഭ്യമാകുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു, അവന്റെ താഴ്മ നഷ്ടപ്പെട്ടു, അവന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ അവന്റെ രാജ്യത്വവും നഷ്ടപ്പെട്ടു. അവൻ രാജാവായി തന്നെ തുടരുമ്പോഴും അവന്റെ രാജ്യത്വം, നല്ലവണ്ണം രാജ്യം ഭരിക്കുവാൻ കൊണം കഴിയാത്ത അവസ്ഥയിലേക്ക് അവനെ ദൈവമാക്കി. എന്നിട്ട് ദൈവം ദാവീദിന്റെ മേൽ അഭിഷേകം പകർന്നു. ഇശായിയുടെ ഇളയപുത്രനായ ദാവീദിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു. പകരുമ്പോൾ ശൗലിനെ വിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പോകുകയും അവൻ്റെ മേൽ ദുരാത്മാവ് വരികയും വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ മേൽ പിശാച് കൊണ്ടിട്ട ബുദ്ധിമുട്ട്. നമുക്ക് പിശാച് നമ്മുടെ മേൽ ഇടുന്ന, പിശാചിന്റെ കയ്യിൽ നമ്മൾ ആയിപ്പോകുക, ഏതെങ്കിലും അവസരത്തിൽ പിശാചിന്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതികളിലേക്ക് നാം വീണുപോയാൽ പിശാച് നമ്മളെ എടുക്കും. പല രീതിയിലാണ് പിശാച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇവിടെ ശൗലിന് നേരിട്ടത് മാനസിക പിരിമുറുക്കമാണ്. നമുക്കറിയാം, മാനസിക പിരിമുറുക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. നമ്മളൊരു വലിയ സൈക്കോയായി മാറുക, അല്ലേ? സൈക്കോയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുക, ചില രോഗങ്ങൾ, വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, ഇതൊക്കെ ദുരാത്മാവ് കൊണ്ടിടുന്നതാണ്, പിശാച് കൊണ്ടിടുന്നതാണ്. അപ്പോൾ നാം ദുരാത്മാവിന് ഇടയാകാതെ, അല്ലെങ്കിൽ ദുരാത്മാവ് നമ്മളിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരവസരവും നാം കൊടുക്കരുത്. മാത്രമല്ല, ദാവീദിനെ പുകഴ്ത്തുന്ന സ്ത്രീകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ശൗലിന് അസൂയയും ദേഷ്യവുമൊക്കെ കടന്നു വന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചതുപോലെ നോബിലെ
85 പുരോഹിതന്മാരെ ശമൂവേൽ കൊന്നുകളഞ്ഞു. ദാവീദ് പുരോഹിതന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെന്നു എന്ന് തന്നെ അറിയിക്കാത്തത് കൊണ്ട് 85 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. നോക്കുക, ദുരാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ശാരീരികമായി ആരെയും കൊല്ലുകയില്ല, പക്ഷെ മാനസികവുമായി പല ദൈവമക്കളെയും ദൈവദാസന്മാരെയും അവരെ മാനസികമായി തകർത്ത് കളയുവാനുള്ള പദ്ധതി പിശാച് നമ്മളിൽ കൂടെ ഒരുക്കി വെക്കും. നമ്മൾക്ക് ദുരാത്മാവ് വന്നാൽ എല്ലാ ദൈവദാസന്മാരോടും നമുക്ക് ഇഷ്ടമൊന്നും തോന്നത്തില്ല. പലരോടും നമുക്ക് വെറുപ്പായിരിക്കും. അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം പറഞ്ഞ് പരത്തും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദുഷ്ടതയും നാം അവരോട് ചെയ്യും. അങ്ങനെയാണ് ദുരാത്മാവ് വരുവാൻ തക്കവണ്ണം ഇടയായാലുള്ള അവസ്ഥ. നോക്കുക, നാം അതിന് വഴിവെച്ചു കൊടുക്കരുത്. മാത്രമല്ല, തൻ്റെ ജീവിതാവസാനത്തിൽ അവൻ വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ അടുക്കിലേക്ക് പോയി. അതാണ് നമ്മൾ ഫസ്റ്റ് വായിച്ച വാക്യം. പിന്നെ ശമൂവേലിനെ ശൗൽ കണ്ടിട്ടില്ല. അപ്പോൾ വെളിച്ചപ്പാടത്തിയുടെ അടുക്കിലേക്ക് അവൻ കടന്നുപോയി. വെളിച്ചപ്പാടത്തികളെയും അങ്ങനെയുള്ള ശുദ്രക്കാരെയെല്ലാം രാജ്യത്ത് നിന്ന് നീക്കം ചെയ്ത് അവസാനം ആരുമറിയാതെ ശേഷിച്ചിരുന്ന ഏൻരോദിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കലേക്ക് ശൗൽ പോകുക വഴി അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നോക്കുക, എന്നിട്ട് എന്തിനു വേണ്ടി പോയി? ഏഫോദ് കൊണ്ടോ ഉറീം കൊണ്ടോ തുമ്മീം കൊണ്ടോ ഒന്നും ദൈവം സംസാരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പോയത്. ദൈവം സംസാരിക്കാത്ത ഇടത്ത് വെളിച്ചപ്പാടത്തിയുടെ അടുക്കിലേക്ക് പോയ ശൗൽ. എത്ര പരിതാപകരമായ അവസ്ഥ! ദുരാത്മാവ് ബാധിച്ച അവൾ ശൗൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അവനോട് പറയുകയും, യുദ്ധാനന്തരം പിന്നെ അമാലേക്കരും ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധം, ഫെലിസ്ത്യർ വന്ന് ആക്രമിച്ചു. ശൗലും പടയാളികളും തൻ്റെ മക്കളുമെല്ലാം ഗിൽബോവ പർവ്വതത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയും ശൗലിൻ്റെ മക്കൾ 3 പേരും അവിടെ കൊല്ലപ്പെടുകയും ശൗൽ വലിയ പരിക്കുകളോടെ അവിടെ നിൽക്കുകയും തൻ്റെ പടയാളികളോട് പറഞ്ഞു, എന്നെ കൊല്ലാൻ. ഈ മറ്റുള്ളവർ വന്ന് തന്നെ ആക്രമിച്ചു കൊല്ലുന്നു എന്നുള്ള പേര് കേൾക്കുവാതിരിക്കുവാൻ വേണ്ടി തന്നെ കൊല്ലുക. അവരും അത് നിഷേധിച്ചപ്പോൾ വാളിന്മേൽ സ്വയം വീണ് അവൻ മരിക്കുവാൻ തക്കവണ്ണമിടയായി. നോക്കുക, എന്നിട്ട് ആ ആളുകൾ അവൻ്റെ ബേത്ത്ശാന്റെ ചുവരിൽ, ആ ആളുകൾ, ബേത്ത്ശാൻ എന്ന് പറയുന്ന ഇസ്രായേലിൽ ഒരു സ്ഥലമാണ്, ഇന്നുമുണ്ട്. ആ സ്ഥലത്തെ ചുവരിൽ ഈ ശൗലിൻ്റെയും മക്കളുടെയും മൃതദേഹം തൂക്കി വെക്കുകയും പിന്നീട് അതിനെ എടുത്ത് ദഹിപ്പിച്ച് കളയുകയും പിന്നീട് അതിൻ്റെ അസ്ഥികൾ പിചുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്യും. നന്നായി തുടങ്ങിയ ഒരാളുടെ അവസാനമാണ് നമ്മൾ ഈ കണ്ടത്. ആത്മശക്തി നഷ്ടപ്പെട്ട ഒരാൾ, ദുരാത്മാവ് ബാധിച്ച അത്ര പരിതാപകരം. സൗമ്യനായ ഒരു മനുഷ്യനായി, എന്നാൽ അവൻ അസൂയയുള്ളവനും വിദ്വേഷമുള്ളവനുമായി തീർന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ആത്മാവുള്ളവരാണെങ്കിൽ ആത്മീയരായി തന്നെ നിൽക്കുക എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രയോജനമുള്ളതായി തുടങ്ങിയ ഒരു രാജാവ് ദൈവത്തിന് പ്രയോജനമില്ലാത്തവനായി നിയോഗിക്കപ്പെട്ട കർത്തവ്യത്തിൽ നിന്നും രാജാവായി ഇസ്രായേലിനെ ഭരിക്കുക, അവരെ ആത്മീയ ഭൗതിക നന്മകളിലേക്ക് നടത്തുക എന്ന് ദൈവം അവന് കൊടുത്ത ദൗത്യത്തിൽ നിന്ന് അവൻ പിന്മാറി ഇസ്രായേലിനെ വലിയ ദുരന്തങ്ങളിലേക്ക് അവൻ കൊണ്ടു. ജനമെല്ലാം അവനെ വിട്ടുപോയി. അവസാനം ശേഷിച്ചത് 600 പടയാളികൾ മാത്രമായി. 600 പേര് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഏറ്റവും ചെറിയ പടയാളികളുമായി യുദ്ധത്തിന് പോയി തോൽവി സമ്മതിച്ച് പരാജയപ്പെട്ട് സ്വന്തം കുടുംബം ഇല്ലാതായി തീർന്ന ഒരാളാണ് ശൗൽ. നമ്മളെയും തകർത്ത് കളയുവാൻ, നമ്മളെയും ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളെ ആത്മീയതയിൽ നിന്ന് തള്ളിക്കളയുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ ആ കെട്ടുറപ്പിനെ നശിപ്പിച്ചു കളയുവാൻ പിശാചൊരുക്കുന്ന പദ്ധതികളിൽ നാം വീണുപോകരുത്. അവൻ ദൈവത്തിൽ നിന്നുള്ള ദൈവത്തോടുള്ള അവൻ്റെ ആശ്രയവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട ഒരാളായി ശൗൽ മാറി. നമ്മളെയും ഇങ്ങനെ ചില പദ്ധതികൾ പിശാച് ഇടുന്നു. അത് ഏത് മേഖലയാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു പക്ഷേ ആലയത്തിൽ തന്നെ ആയിരിക്കാം, ചില കൂട്ടുകെട്ടുകളിലൂടെ ആയിരിക്കാം, ചില പുറത്തുള്ള ചില കൂട്ടുകെട്ടുകളെ ആയിരിക്കാം, ജോലി സ്ഥലത്തുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങളുണ്ട്. ആ വേലിക്കപ്പുറത്തേക്ക് നമുക്ക് പോകുവാനുള്ള അധികാരമില്ല. സംസാരിക്കരുത് എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്തുന്ന ഒന്നും
നാം ആ വേലിക്കപ്പുറത്തേക്ക് കൊണ്ടുപോവുകയോ അവിടെ നിന്ന് ഒന്നും നമ്മൾ സ്വീകരിക്കുകയോ ചെയ്യരുത്. ചില നല്ല സ്വഭാവങ്ങൾ അവരിലുണ്ട്, അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓക്കെ, അവിടെ അത്ര മതി. പക്ഷേ അവരുടെ സ്വഭാവങ്ങൾ പകർത്തുക വഴി അവരുടെ ചില നല്ലതെന്ന് നാം കരുതുന്ന ചില സ്വഭാവങ്ങളുടെ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില പിശാചിൻ്റെ പദ്ധതികളുണ്ട്. അതിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല? വീണുപോകരുത്. 30-ാം വയസ്സിലാണ് ശൗൽ രാജ്യസ്ഥാനം ഏൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു 40 വർഷം അവൻ ഇസ്രയേലിലെ രാജാവായി. നോക്കുക, 30-ാം വയസ്സിൽ അവൻ രാജാവായി, 40 വർഷം അവൻ ഇസ്രയേലിലെ രാജാവായിരുന്നു. 70-ാം വയസ്സിലാണ് ഇവൻ ഈ പെട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ 10 അല്ലെങ്കിൽ 15 20 വർഷത്തിനുള്ളിൽ അവൻ്റെ ആത്മീയത നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ആത്മീയതയുമായി ബാക്കി 10 പതിറ്റാണ്ടുകൾ അവൻ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഏറിയ കാലം അവൻ രാജാവായിരുന്നു. പക്ഷേ ആത്മാവില്ലാത്ത, ദുരാത്മാവ് ബാധിച്ച രാജാവായിരുന്നു എന്നാണ് കാണുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മൾ ആലയത്തിൽ നിൽക്കുന്നു, ആത്മീയരായി നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതാവസാനം വരെ ഈ ഇരട്ട മുഖവുമായി, ആത്മീയ മുഖവുമായി അല്ലെങ്കിൽ ദുരാത്മമുഖവുമായി നമ്മൾക്ക് നമ്മുടെ ജീവിതാവസാനം വരെ ജീവിക്കുവാൻ സാധിക്കും. അതാണ് നമ്മുടെ പരാജയം. ആത്മീയരാണെന്നുള്ള പേര് കാണുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ്, നല്ല ഇടപാടാണ്, പക്ഷേ ആളാരാണ്? ദുരാത്മാവാണ്. അപ്പോൾ ദുരാത്മാവ് അല്ലെങ്കിൽ ഇരട്ട മുഖവുമായി, ആത്മാവിൻ്റെ മുഖവും ദുരാത്മാവിൻ്റെ മുഖവുമായി നാം സഭയിൽ ജീവിക്കരുത്, നാം കുടുംബത്തിൽ ജീവിക്കരുത്, നാം ജോലിസ്ഥലങ്ങളിൽ ജീവിക്കരുത്. നാം ഈ സമൂഹത്തിൽ 2 മുഖവുമായി ജീവിച്ചു കഴിഞ്ഞാൽ ശമൂവേലിനു പറ്റിയതുപോലെ ആയിത്തീരും. തൻ്റെ അനന്തരാവകാശികളില്ലാതെ പോകുന്നൊരു ഗതികേട്. നോക്കുക, എത്ര ഭയാനകമാണ്. അപ്പോഴാണ് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തത്, ആത്മീകനായ ഒരു മനുഷ്യനെ, ദാവീദിൻ്റെ. ആ ദാവീദ് എഴുതിയ ഗാനങ്ങളാണ് നാം എല്ലാ ആഴ്ചയിലും ഇവിടെ പാടിസ്തുതിക്കുന്നത്. അതിൻ്റെ അകത്ത് എത്ര ആത്മീയ സത്യങ്ങളാണ് നമുക്ക് പ്രചോദനമായത്, അതിലെ എത്ര വരികളാണ് നമുക്ക് ആശ്വാസമായത്, അതിലെത്ര വരികളാണ് നമ്മൾക്ക് ജീവിക്കുവാൻ പ്രചോദനമായത്, അതിലെ എത്ര വരികളാണ് നമ്മുടെ ആത്മീയതയ്ക്ക് ബലം നൽകിയത്, അതിലെ എത്ര വരികളാണ് ദുഷ്ടനിൽ നിന്ന് നമ്മളെ വിടുവിച്ചത്. ഹല്ലേലൂയ. അത് ഈ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ്റെ, അപ്പോൾ തന്നെ ദൈവാത്മാവ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാവസാനം വരെ ദൈവാത്മാവുള്ളവനെ ആക്രമിക്കുവാനാണ് അവൻ്റെ ജീവിതാവസാനം വരെ ശ്രമിച്ചത്. ദൈവാത്മാവ് പ്രാപിച്ച ദാവീദിനെ അവൻ്റെ ജീവിതാവസാനം വരെ ആക്രമിക്കുവാൻ ദുരാത്മാവ് ബാധിച്ച ശൗൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മളിലും ദുരാത്മാവ് ബാധിച്ചാൽ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ആത്മീയരായ ചിലരെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. അങ്ങനെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ പിശാച് നമ്മളെ നോട്ടമിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നാം പിന്മാറണം. നമ്മൾ ഒരു പക്ഷം ചേരുകയോ പക്ഷം പിടുത്തമോ ഒന്നും ചെയ്യരുത്. ദൈവനാമത്തിന് വിരുദ്ധമായത് ചെയ്യുക വഴി ദുരാത്മാവ് നമ്മുടെ ഇടയിലേക്ക്, അതിന് നാം കളമൊരുക്കി കൊടുക്കരുത് എന്നാണ് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നത്. അതിൻ്റെ പ്രാരംഭത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. ഈ ശൗൽ വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ അടുക്കൽ വന്നപ്പോൾ വെളിച്ചപ്പാടത്തി സ്ത്രീയോട് പറയുന്നുണ്ട്, ശമൂവേലിനെ വിളിക്കുക. ശമൂവേൽ വന്ന് ഇവന്റെ ജീവിതം തുടർന്ന് നടക്കുവാനുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പല പുസ്തകങ്ങളിൽ വായിച്ചപ്പോഴും പല കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെയെല്ലാം കാണുന്നത് ശമൂവേൽ വന്നു എന്നുള്ളതാണ്. എന്നാൽ അത് പിശാചാണ് വന്നത് എന്ന് നാം എപ്പോഴും വായിക്കുമ്പോൾ, കാരണം ദൈവവചനത്തിന് വിരുദ്ധമാണ് ശമൂവേൽ വന്നു എന്ന് പറയുന്നത്. ആ വാക്യമാണ് ഇവിടെ കാണുന്നത്. ഇടയ്ക്ക് വെച്ച് എന്താണ്, അമാലേക്കരെ തോൽപ്പിച്ച ആ സംഭവത്തിന് ശേഷം ശമൂവേലിനെ പിന്നെ ശൗല് കണ്ടിട്ടില്ലെന്ന് അപ്പോൾ പറയുന്നു. ശൗലിനെ കണ്ടു എന്ന് ചിലർ ദൈവവചന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ശമൂവേലിനെ, ദൈവപുരുഷനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുവാൻ വെളിച്ചപ്പാടത്തിയുടെ അടുക്കലേക്ക് പോകുക എന്നുള്ളത്
ഒരിക്കലും സംഭവമല്ല. അത് തന്നെയല്ല, മരിച്ചൊരാൾക്ക് മനുഷ്യനുമായി ഇടപെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഞങ്ങളുടെ അപ്പച്ചൻ വന്നു, അമ്മച്ചി വന്നു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ? ഭൂതമാണ് വന്നത്, പിശാചാണ് വന്നത്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ പിശാചിന് നമ്മുടെ മരിച്ചുപോയ അപ്പച്ചൻ്റെ സൗണ്ടൊക്കെ എടുക്കാനും അതേ സ്റ്റൈലിലൊക്കെ അതേ വേഷത്തിലൊക്കെ അതേ നടത്തത്തിലൊക്കെ വരാനായിട്ട് പറ്റും. അത് പിശാച് നമ്മളെ കബളിപ്പിക്കുന്നതാണ്. ആ കാര്യം കൂടെ നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമുക്ക് വീണ്ടും വരാം, അവസാനിപ്പിക്കാം. നമ്മൾ ആത്മീയ മുഖവുമായി, ആത്മീയ മുഖം എന്ന പേരിൽ ദുരാത്മാവിന്റെ മുഖവുമായി, ഇരട്ട മുഖവുമായി നാം ആത്മീയതയിൽ ജീവിക്കരുത്. ഒരു മുഖമേ നമുക്ക് ആവശ്യമുള്ളൂ, ഒരു മുഖം മാത്രമേ നമുക്ക് പാടുള്ളൂ. അത് നമ്മുടെ ആത്മീയ മുഖമായിരിക്കണം. ആ മുഖം കണ്ടിട്ട് അനേകർ ക്രിസ്തുയേശുവിലേക്ക് വരണം, അനേകർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ദുരാത്മാവ് ബാധിച്ചാൽ വെളിച്ചത്തിന്റെ അടുക്കലേക്ക് തീയാമ്പാറ്റകൾ പറന്നു വീഴുന്നത് പോലെ നമ്മളെ നശിപ്പിക്കുന്ന ദുരാത്മ പദ്ധതികളിൽ നിന്ന് നാം വിട്ടുമാറണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.